ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇത് ജൂലൈ 23 ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി 3 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പം ഇന്നലത്തെ ഡേ എന്ന് പറയുന്നത് ഓപ്പണായി സഡനായിട്ട് നല്ലൊരു സെൽ ഓഫ് വരികയാണ് സംഭവിച്ചത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പണിംഗ് ആയത് ഈ ഒരു റേഞ്ചിലാണ്. ഓപ്പണിംഗ് ആയിട്ട് നല്ലൊരു ചെറിയൊരു സെൽ ഓഫ് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇന്നലത്തെ ഈ ഒരു റേഞ്ചിലാണ്. ഈ റേഞ്ച് എന്ന് പറയുന്നത് ഇന്നലത്തെ ക്ലോസും കൂടിയാണ്. അപ്പം ഇന്നലത്തെ ക്ലോസിൻ്റെ ഇവിടുന്ന് നല്ല സപ്പോർട്ട് എടുത്ത് ബയേഴ്സ് നന്നായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പം ഇന്ന് കൊണ്ടുപോയത് ക്ലോസിങ് വന്നിരിക്കുന്നത് ഇന്നലത്തെ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇന്നത്തെ ക്ലോസിങ്ങും വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു വി ഷേപ്പ് റിക്കവറി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിനെ പറയാം. അപ്പോൾ ഇന്നലെ എത്രമാത്രം പോയിന്റ്സ് ഡൗൺ അടിച്ചോ അത്രയും മാത്രം പോയിന്റ്സ് ഇന്ന് നന്നായിട്ട് കയറുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു ബുള്ളിഷ് സൈനിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 57-250 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് നല്ലൊരു മൂവ് കിട്ടുക. അപ്പം ഇന്നലത്തെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു വി ഷേപ്പ് റിക്കവറി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അത് നിഫ്റ്റീൻ്റെ 3 മിനിറ്റ് ക്യാൻഡിലാണ്. നിഫ്റ്റിയും ഇതുപോലെ തന്നെ ഓപ്പൺ ആയത് ഈ ഒരു റേഞ്ചിന് മുകളിലാണ്. എന്നിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്തു. നിഫ്റ്റിയും ഇന്ന് നല്ലൊരു ബുള്ളിഷായിരുന്നു. അപ്പം ബാങ്ക് നിഫ്റ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ഇന്ന് കുറച്ചും കൂടി ബുള്ളിഷാണെന്ന് നമുക്ക് പറയാം. കാരണം ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ മുകളിലാണ് ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസിങ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റീൻ്റെ കേസ് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി കുറേയും കൂടി മുകളിലേക്ക് പോയിട്ടാണ് ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പം നിഫ്റ്റിയും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ഇന്ന് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. അപ്പോൾ ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത് നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ ആയിട്ടാണ്, ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട് എന്ന്. ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നതും ഇന്നലെ ഓപ്പൺ ആയിരിക്കുന്നതും ആ സെയിം സോണിൽ നിന്ന് തന്നെയാണ്. അതായത് 57-250 200 റേഞ്ച് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് ഇപ്പം നാളെ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം നാളെ നമുക്ക് ഇതിന് മുകളിൽ ഈ ഒരു റേഞ്ചിന് മുകളിൽ ഓപ്പണായി ഈ ക്യാൻഡിലിന് ഒരു ഫോളോ ത്രൂ കിട്ടുകയാണെങ്കിൽ നല്ലൊരു മൂവ് നാളെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ഞാൻ ആ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഇത് വെച്ചും കൂടി പറയാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റാസ് ഞാനിവിടെ എക്സലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സലിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിൻ്റെ ക്ലോസിങ് വന്നിരിക്കുന്നത് 56,756 ആണ്. അപ്പം ഈ ഡേറ്റാസ് എടുത്തിരിക്കുന്നത് സെൻസിബിൾ എന്നാണ്. അതെങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഒഴിവാക്കിയത്. ഇതെങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവാത്തവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും, അത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിൻ്റെ ക്ലോസിംഗ് ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 57,000 ആണ്. PCR വാല്യൂ വന്നിരിക്കുന്നത് 0.96 ആണ്. അപ്പോൾ 0.96 എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷിലേക്ക് അല്ലെങ്കിൽ ന്യൂട്രൽ ടു ബുള്ളിഷിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത്, ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത്, ഹയസ്റ്റ് കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത്, ഹയസ്റ്റ് പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത്. ഇത് 4 വന്നിരിക്കുന്നത് ഒരേ സ്ട്രൈക്ക് പ്രൈസിലാണ്. അതായത് 57,000 എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസിലാണ് ഈ 4 കാര്യങ്ങളും ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പം ഹയസ്റ്റ് കോൾ OA ഓൾറെഡി നമുക്ക് നല്ലൊരു കോൾ റൈറ്റിംഗ് നടന്ന ഒരു ഏരിയ ആയിരുന്നു 57,000 എന്ന് പറയുന്നത്. അത് കുറച്ച് ദിവസമായിട്ട് നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ നിൽക്കുന്ന ഏരിയയാണ് 57,000 എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവും 57,000 എന്ന് പറയുന്നത് പുട്ട് OAയും ഒരുപാട് പേര് അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പുട്ട് റൈറ്റിംഗ് അവിടെ വന്നിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അവിടെ ബിൽഡ് ആവുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഇപ്പോൾ ഹയസ്റ്റ് കോൾ ഒ ഐ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഈ 57,000-ൽ കുറച്ച് അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ കോൾ റൈറ്റ് ചെയ്ത ആൾക്കാർ അത് അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. അതായത് റെസിസ്റ്റൻസ് വീക്ക് ആവുകയാണ്. അപ്പം റെസിസ്റ്റൻസ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന റെസിസ്റ്റൻസ് ആയിരുന്നു ഈ 57,000 എന്ന് പറയുന്നത്. അതിപ്പം വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു അറൗണ്ട് 5 lakhൻ്റെ അൺവൈൻഡിങ് ആണ് ഈ 57,000-ൽ നടക്കുന്നത്. അതായത് കോൾ ഒ ഐ ചേഞ്ച് 57,000-ൽ നന്നായിട്ട് അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. അതായത് റെസിസ്റ്റൻസ് നന്നായിട്ട് ഈ റെസിസ്റ്റൻസ് 57 എന്നുള്ള റെസിസ്റ്റൻസ് ഇപ്പം വീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുട്ട് ഒ ഐ ചേഞ്ച് നോക്കുകയാണെങ്കിലും ഈ 57,000-ൽ ഓൾമോസ്റ്റ് 5 lakhൻ്റെ അഡീഷനും നടക്കുന്നുണ്ട്. അതായത് നല്ലൊരു സപ്പോർട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് സോൺ എന്നുള്ളത് ഇപ്പം വീക്കായിട്ട് വരുന്നും ഉണ്ട്. അതായത് ഒരു ബ്രേക്ക് ഔട്ടിലേക്ക് മാർക്കറ്റ് പോകുന്നതായിട്ടാണ് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ 57,000 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ 57,000 എന്ന് പറയുന്നത്. അപ്പം ഇനി ഈ 57 ഈ ഒരു റേഞ്ച് 57,200 എന്ന് വേണം നമുക്ക് ഈ ഒരു റേഞ്ച് 57 ഒരു 200 റേഞ്ചിൽ ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ഇപ്പം ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ നാളെ ഇപ്പോൾ ഓപ്പൺ ആവുന്നത് ഈ ഒരു റേഞ്ചിന് പുറത്താണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. അത് ക്ലിയർ ആയിട്ട് ഫോൾസ് ബ്രേക്ക് ഔട്ടൊന്നും വരാണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് വന്ന് നല്ലൊരു പുൾ ബാക്ക് ഒക്കെ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ് നമുക്ക് കിട്ടും. അതല്ല ഈ ഒരു ഇപ്പം ഫോൾസ് ബ്രേക്ക് ഔട്ട് വന്ന് ഇതിലേക്ക് ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പം ഇതിൽ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് വരുന്നത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇന്നലെ വരച്ച നമ്മുടെ സെയിം സപ്പോർട്ട് സോൺ തന്നെയാണ് ഇതാണ് പിന്നെ അടുത്തൊരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത്. അപ്പോൾ ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഇതില്ലാണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് അതായത് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നത് ഇപ്പം വീക്ക് ആവുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിപ്പം ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് അതുകൊണ്ട് കുറച്ചും കൂടി കൂടുതലാണ്. ഒരു ബുള്ളിഷ് ഇതിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാം. അപ്പം അത് ഒരു പ്രോപ്പറായിട്ടുള്ള നല്ല വോളിയത്തിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കൺഫർമേഷൻ കിട്ടി നമുക്ക് ഇവിടെ പോയി ഒരു പുൾ ബാക്ക് എടുത്ത് ഇവിടെ സപ്പോർട്ട് എടുത്ത് ഒക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു മൂവ് കിട്ടുക. അപ്പം ഇവിടെ ഒരു റേഞ്ച് ഉണ്ട്, ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അപ്പം ഇതിപ്പോൾ ഇൻട്രാഡേയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഒരു റേഞ്ചും കൂടി ക്ലിയർ ചെയ്താലാണ് നമുക്കൊരു നല്ലൊരു മൂവ് കിട്ടുക. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ ഇന്ന് നല്ല വി ഷേപ്പ് റിക്കവറി വന്ന ഒരു ഡേ ആണ്. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെയും കൂടി നോക്കുകയാണെങ്കിൽ നല്ലൊരു വി ഷേപ്പ് റിക്കവറി വന്ന ഒരു ഡേയ്സ് ആയിരുന്നു. ഇന്നലെ എത്രമാത്രം ഡൗൺ അടിച്ചോ ഇന്ന് ആ സെയിം പോയിന്റിൽ നിന്ന് തന്നെ അത്രയും തന്നെ അപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിലാണ്. അപ്പോൾ നല്ല ചാർട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ ഡേറ്റയും തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡേറ്റാസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നിഫ്റ്റി എടുത്ത് നോക്കിയാൽ നിഫ്റ്റീൻ്റെ ഡേ ക്യാൻഡിലാണിത്. അപ്പം നിഫ്റ്റീൻ്റെ ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ മുകളിലാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിനേക്കാളും നിഫ്റ്റിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബുള്ളിഷായിട്ട് ആണ് ഇന്നത്തെ നിഫ്റ്റി ക്ലോസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഈ 25,200 എന്നുള്ള ഈ ഒരു റേഞ്ച് ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അപ്പം ഈ ഒരു ലെവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം നാളെ എക്സ്പയറി ആണ്. അപ്പം എക്സ്പയറി മൂവ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ റേഞ്ചിൽ ഒരു റേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു മൂവ് സാധാരണഗതിയിൽ കിട്ടാറുണ്ട്. അപ്പം നല്ലൊരു ഷോർട്ട് കവറിങ് വരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിലിറ്റീസ് എന്ന് നമുക്ക് ഈ ഡേറ്റ നോക്കിയിട്ട് നോക്കാം.
ഇപ്പം നിഫ്റ്റീൻ്റെ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 25,060.9 മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,200 ആണ്. അപ്പോൾ ഇന്നത്തെ ഇത് വെച്ചിട്ട് മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,200 അപ്പം നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ആണ് ക്ലോസ് വരാനുള്ള ചാൻസ് എന്നാണ് ഈ ഇന്നത്തെ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ നാളെ ഓപ്പൺ ആയി കഴിയുമ്പോൾ നോക്കിയാൽ എത്രയാണെന്ന് നോക്കി നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം മാക്സ് പെയിൻ നാളെ ഓപ്പൺ ആയിട്ട് നോക്കി നമുക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ ഒരു മൂവ് എങ്ങനെയായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. PCR വാല്യൂ വന്നിരിക്കുന്നത് 1.09 ആണ്. അതായത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബൈസിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 25,500 അതെന്ന് പറഞ്ഞാൽ 1.33 CRൻ്റെ ഒരു നല്ലൊരു റൈറ്റിങ്സ് ഈ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ട്. ഹയസ്റ്റ് കോൾ OI ഒരു മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ ഉണ്ട്. അതിന് താഴെ 25,200 നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് ഉള്ളത്. ഇനി കോൾ OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നത് അതിപ്പോൾ അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം റെസിസ്റ്റൻസ് സോൺ കുറച്ചുകൂടി മുകളിലേക്ക് തന്നെയാണ്. ഇപ്പോൾ 25,500 നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ളത്. ഇനിയിപ്പം പുട്ട് OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ 25,200 അതായത് ഈ 25,200 നല്ല ഹെവി പുട്ട് റൈറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ഈ 25,200 മാറുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇനി ഞാൻ 50 മിനിറ്റ്സിൻ്റെ ക്യാനിലാക്കുന്നുണ്ട്. ഇവിടെ 50 മിനിറ്റ്സിൻ്റെ ക്യാനിൽ എടുക്കുമ്പം ഈ 25,500 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പം ഈ 25,500 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ടും അതുപോലെ തന്നെ 25,200 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടും ഉണ്ട്. അപ്പം ഇപ്പം ഇതിൽ നമുക്ക് നാളെ ഇപ്പോൾ എക്സ്പയറി ആണ്. ഇപ്പം മാർക്കറ്റ് ഓപ്പണായി ഈ ഒരു റേഞ്ചിലാണെങ്കിൽ അപ്പം ഈ ഒരു റേഞ്ചിൽ നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു മൂവും നമുക്ക് കിട്ടും. അപ്പം ഇപ്പം ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 25,000 നല്ലൊരു സപ്പോർട്ട് 25,000 നല്ലൊരു സപ്പോർട്ട് സോണ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് റേഞ്ച് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പം നാളെ ഓപ്പണിങ് ഈ ഒരു റേഞ്ചിന് മുകളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് വരെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം നല്ലൊരു റെസിസ്റ്റൻസ് സോണ് 25,500 അതുപോലെ തന്നെ ഇവിടെ 25,200 നല്ലൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അതിനനുസരിച്ച് നാളിപ്പോൾ എക്സ്പയറി ആണ്. അപ്പം നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മൂവും എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് നിഫ്റ്റീൻ്റെ റേഞ്ചസ് വരുന്നത്, സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.